ഹായ് എവ്രി വൺ. യു എയിലേക്ക് ജോലിക്കായി വരുന്ന ഒട്ടുമിക്ക ആളുകളുടെയും ആദ്യത്തെ കൺസേൺ ആണ് നമ്മളുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് നാട്ടിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്തിട്ട് വരണോ അതോ ഇവിടെ നിന്ന് ചെയ്താൽ മതിയോ, ഇനി അറ്റസ്റ്റ് ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമോ എന്നൊക്കെ. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്, അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, എത്ര ഡേയ്സ് കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് കിട്ടുമെന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അറ്റസ്റ്റേഷൻ ആണുള്ളത്. ഒന്ന് മോഫ, UAE മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറ്റസ്റ്റേഷനും, ഒന്ന് നമ്മുടെ എംബസി അറ്റസ്റ്റേഷനും. ഈ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുക എന്നതാണ്. സോ ദാറ്റ് ഇറ്റ് വിൽ ഒഫീഷ്യലി റെക്കഗ്നൈസ് ബോത്ത് ഇൻ അവർ ഹോം കൺട്രി ആൻഡ് ഇൻ ദ UAE. അപ്പം ഈ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ സ്കിൽഡ് ലേബറും അൺസ്കിൽഡ് ലേബറും ഉണ്ട്. അപ്പം അതിൻ്റെ അണ്ടറിൽ ഓരോ പ്രൊഫഷനും കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എമിറേറ്റ്സ് ID ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഡെസിഗ്നേഷൻ, ഇപ്പം നമ്മളുടെ പ്രൊഫഷൻ ഏതാണോ അല്ലെങ്കിൽ നമ്മൾ ഏത് കോഴ്സാണോ പഠിച്ചത് അതിൽ തന്നെ ആയിരിക്കും. അതായത് ഇപ്പം ലോയർ ആണെങ്കിൽ, അക്കൗണ്ടൻ്റ് ആണെങ്കിൽ, അതല്ല എഞ്ചിനീയർ ആണെങ്കിൽ, എമിറേറ്റ്സ് ID ഇഷ്യൂ ചെയ്യുമ്പം ഡെസിഗ്നേഷൻ്റെ സ്ഥാനത്ത് ലോയർ അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് അങ്ങനെ തന്നെയായിരിക്കും. ഇനി നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അൺസ്കിൽഡ് ലേബറിൻ്റെ അണ്ടറിലായിരിക്കും കാറ്റഗറൈസ് ചെയ്യപ്പെടുക. അതായത് പ്ലംബർ, ക്ലീനർ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം പലരുടെയും ഡൗട്ടാണ്, ഇതൊന്നും ചെയ്യാത്ത അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാത്ത പലരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് വിസയുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ നമ്മളൊരു കമ്പനി മാറുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ സമയത്തോ ഒക്കെ എന്താണ്, നമ്മളുടെ ഡെസിഗ്നേഷൻ ഒത്തിരി വിലപ്പെട്ടതാണ്. അപ്പം എപ്പോഴും അറ്റസ്റ്റേഷൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇനി എംബസി അറ്റസ്റ്റേഷന് എത്രയാകുമെന്ന് പറയാം. നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ എംബസി അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് വരണം. അത് 15 വർക്കിംഗ് ഡേയ്സ് ആണ് എടുക്കുന്നത്. കൂടാതെ 5,000 സംതിങ് അതിന് കോസ്റ്റുമാകും. ഇനി മോഫയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയമെടുക്കും. കാരണം നമ്മുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഇവിടെ വന്ന്, അതായത് UAE മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം അതിലും ഭേദം നിങ്ങൾ മോഫ ഇവിടെ വന്നിട്ട് ചെയ്യുക. സോ 2-3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഇവിടെ 200-300 ദിർഹമാണ് മോഫയ്ക്കായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എംബസി അറ്റസ്റ്റേഷൻ നാട്ടിൽ നിന്ന് ചെയ്യുക, മോഫ ഇവിടെ വന്നിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. ഈ അറ്റസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ട് കോപ്പിയും നമ്മുടെ ഒറിജിനൽ അക്കാഡമിക് സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത്.